എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ PSC പ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാമാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ഇതിൻ്റെ ശരി ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തിയത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡച്ചുകാർ. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളും രചയിതാക്കളുടെ പേരുകളും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, A3, അതായത് ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറിച്ച് വാൻ റീഡ്, മാമാങ്കം കിളിപ്പാട്ട്, കാടഞ്ചേരി നമ്പൂതിരി, പെരുമാൾ തിരുമൊഴി, കുലശേഖര ആൾവാർ, തുഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ. 4. കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാമാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 1, 3 എന്നീ പ്രസ്താവനകൾ മാത്രം. അതായത് ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി, KR ഗൗരവമയായിരുന്നു റവന്യൂ മന്ത്രി. അടുത്തത്, മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അക്ബർ. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. താഴെ പറയുന്ന സംഭവങ്ങളെ അവ നടന്ന കാലക്രമം അനുസരിച്ചിട്ട് എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആദ്യം നടന്നത് ബംഗാൾ വിഭജനമാണ്. അടുത്തത് റൗളട്ട് ആക്റ്റ് ആണ്. പിന്നീട് നെഹ്റു റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് ഗാന്ധി ഇർവിൻ പാക്റ്റ് ആണ് നടന്നിട്ടുള്ളത്. ഓക്കെ. 8ാമത്തെ ചോദ്യം, 20 പരിപാടി കൊണ്ടുവന്നത് ആരാണ്? ആൻസർ ഇന്ദിരാഗാന്ധിയാണ് 20 പരിപാടി കൊണ്ടുവന്നിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, A2, അതായത് സ്റ്റാമ്പ് നിയമം, അമേരിക്കൻ വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം, ബിൽ ഓഫ് റൈറ്റ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ബ്രസ്റ്റ് ലിസ്റ്റോക്ക് ഉടമ്പടി എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ആൻസർ ബി ആണ്, 1, 3 മാത്രം. അതായത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നതെന്ന് പറയുന്നത് നദികളുടെ നിക്ഷേപം മൂലമാണ് ഡെൽറ്റ ഫോർമേഷൻ വരുന്നത്. അടുത്ത ചോദ്യം, ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തുടർച്ചയായിട്ടുള്ള കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം. അടുത്ത ചോദ്യം 13, ഇന്ത്യയിൽ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പേരുകേട്ടതാണ്? ആൻസർ ഉഷ്ണമേഖല മഴക്കാടുകൾ. നെക്സ്റ്റ് ചോദ്യം, പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ 2 പർവ്വതങ്ങളെയാണ് വേർതിരിക്കുന്നത്? ആൻസർ നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. അടുത്തത് 16, വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് എന്താണ്? ആൻസർ വരുമാന അസമത്വം വർദ്ധിക്കുന്നു. അടുത്തത്, ക്യാഷ് റിസർവ് അനുപാതം CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായിട്ടും ലക്ഷ്യം ഇടുന്നത് എന്താണ്? ആൻസർ ദ്രവ്യത വർദ്ധിപ്പിക്കൽ, അതായത് ലിക്വിഡിറ്റി കൂട്ടുക എന്നത്. CRR വാല്യൂ കുറച്ചുകൊണ്ട് കൂടുതൽ ലിക്വിഡിറ്റി കൂട്ടുന്നു. GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. അടുത്തത്, സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ എന്താണ്? ആൻസർ ഓപ്ഷൻ
സി ആണ് HDA. അടുത്തത് നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. കാരണം സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള അനുവാദമുണ്ട്. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി, എ ശരിയാണ്, പക്ഷേ 6 തെറ്റാണ്. 21 പ്രസിഡൻറ്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അടുത്തത് ലോക്പാലിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷമാണ് 2005. അടുത്തത് കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉപദേശക അധികാര പരിധി. പക്ഷേ ഇതിൽ ഇംഗ്ലീഷ് ആൻസർ കീ എടുത്തു കഴിഞ്ഞാൽ ആൻസർ ഒറിജിനൽ അധികാര പരിധി എന്നാണ് കാണുന്നത്. ഇത് 2 ഓപ്ഷൻസ് തമ്മിൽ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ PSC പരിഗണിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. 24ൻ്റെ തന്നെ ഇംഗ്ലീഷ് ആൻസർ കീയിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്നാണ് ശരി ഉത്തരം. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. അതായത് വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്താനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ആൻസർ ഭാഗം 20. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 52ാം ഭേദഗതി. താഴെ പറയുന്നവയിൽ ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെൻറ്റിനെ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോലക്നാഥും മറ്റുള്ളവരും പഞ്ചാബ് സംസ്ഥാനം 1967. 73ാം ഭരണഘടനാ നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 40 വില്ലേജ് പഞ്ചായത്ത്. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ആൻസർ വർത്തമാന പുസ്തകം. ദ്വിതീയാക്ഷര പ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജ വർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതി ഏതാണ്? ആൻസർ മേഘദൂതം. അടുത്ത കേരളത്തിലെ കണ്ടുകിട്ടിയിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിൻ്റെ വിഷയം എന്താണ്? ആൻസർ ഗജേന്ദ്ര മോക്ഷം. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? ആൻസർ വള്ളത്തോളാണ്. അടുത്തത് എഴുത്തുകാരുടെയും കൃതികളെയും അടിസ്ഥാനത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, A3, അതായത് ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്, രണ്ടാം മൂഴം MD വാസുദേവൻ നായർ, ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാട്, കയറ് തകഴി. അടുത്തത് 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. ഈ പത്രത്തിൻ്റെ പേരെന്താണ്? ആൻസർ രാജ്യസമാചാരം. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകം ഏതാണ്? ആൻസർ കാറൽ മാർക്സ് ചരിതം. ബോഗി എന്ന പദം എന്ത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗോൾഫ്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, എബ്രഹാം റീഡ്. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ലോസ് ഏഞ്ചൽസ്. അടുത്തത് CPU-നോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയുമായിട്ടുള്ള മെമ്മറി ഏതാണ്? ആൻസർ ക്യാഷ് മെമ്മറി. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത്? ലിനക്സ്. ഉയർന്ന ബാൻഡ് വിത്ത് ആവശ്യമായിട്ടുള്ള ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ആൻസർ ഒപ്റ്റിക്കൽ ഫൈബർ. വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ആൻസർ ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യൽ. അടുത്തത് അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT വകുപ്പിലെ ഏത് വകുപ്പ് വെച്ചിട്ടാണ്? വകുപ്പ് 67. അടുത്തത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എന്താണ്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്
മുകളിൽ പറയുന്നത് എല്ലാം വരുന്നുണ്ട്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ് 1987 ഒപ്പുവെച്ചു. അടുത്തത്, താഴെ പറയുന്ന ഹരിത ഗൃഹവാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1 and 2 മാത്രം. ക്ലോറോഫ്ലൂറോ കാർബൈഡും നൈട്രസ് ഓക്സൈഡും മാത്രം. അടുത്ത, ജൈവ വൈവിധ്യത്തിൻ്റെ ഇൻസിറ്റു സംരക്ഷണത്തിൻ്റെ രീതികൾ എന്തെല്ലാമാണ്? 48 C ആണ്, 3ഉം 4ഉം മാത്രം. അതായത് നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും സാഞ്ചുറികളും. അടുത്ത, ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഹെവി മെറ്റൽസും തടികളും. അടുത്തത്, യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങളാണ്? 1ഉം 2ഉം മാത്രം, അതായത് ഫോസ്ഫറസും നൈട്രജനും. 51ാമത്തെ ചോദ്യം, x-4, x-2, x എന്നിവ അഭാജ്യസംഖ്യകളാണെങ്കിൽ x+2 എന്നത് ഒരു ഭാജ്യസംഖ്യയും അതേസമയം ഒരു പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ്. 10നെ x% വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 30നെ x% കുറച്ചാൽ കിട്ടുന്ന അതേ വില കിട്ടുമെങ്കിൽ എത്രയാണ് വാല്യൂ ആയിട്ട് വരുന്നത്? ആൻസർ D ആണ്, 50. ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം 77 cm ആണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര ദൂരമാണ് നീങ്ങുന്നത്? ആൻസർ 2420. അടുത്ത, ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ 5000 രൂപയുടെ കൂടുതൽ കിട്ടുമായിരുന്നു എങ്കിൽ നിക്ഷേപ തുക എത്രയാണ്? ആൻസർ 50,000. 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. അവയുടെ തുക 60 ആണെങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്രയാണ്? ആൻസർ 1250. 5 മുതിർന്നവർ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 3 കുട്ടികൾ അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുകയും ചെയ്യും. 4 മുതിർന്നവരും 2 കുട്ടികളും ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് തീർക്കും? 3 ദിവസം. ചുറ്റളവ് 39.6 മീറ്റർ ആയിട്ടുള്ള വൃത്തത്തിൻ്റെ വിസ്തീർണം ഒരു ചതുരത്തിൻ്റെ വിസ്തീർണത്തിന് തുല്യമാണ്. ചതുരത്തിൻ്റെ നീളം 27.72 മീറ്റർ ആണെങ്കിൽ വീതി എത്രയാണ്? 4.5. ഒരു സംഖ്യ 12% കണ്ട് കുറച്ചു കഴിഞ്ഞാൽ 1760 കിട്ടുമെങ്കിൽ സംഖ്യ എത്രയാണ്? ആൻസർ 2000. ഒരു ഫർണിച്ചർ തോമസ് 4800 രൂപയ്ക്ക് വാങ്ങി. അത് പോളിഷ് ചെയ്യാൻ 1200 രൂപ ചിലവായെങ്കിൽ 5400 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അയാളുടെ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുക? ആൻസർ 1% നഷ്ടം. അടുത്തത് 60ൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്, 25. അടുത്തത്, ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. 61ൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്, റേഡിയം. 2 സംഖ്യകളുടെ തുക 150ഉം ഗുണനഫലം 45ഉം ആണെങ്കിൽ അവയുടെ വ്യുൽക്രമത്തിൻ്റെ തുക എത്രയാണ്? 10/3. 12:20 ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ്? ആൻസർ 110 ഡിഗ്രി. 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ 26/1/2028 എന്ന് പറയുന്നത് ഏത് ദിവസം ആയിരിക്കും? ബുധനാഴ്ച. എർത്ത് എന്ന വാക്ക് ഒരു കോഡ് ഭാഷയിൽ FCU എക്സം എന്നാണെങ്കിൽ അതേ ഭാഷയിൽ സ്പൂൺ എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? ആൻസർ TRRSS. അടുത്തത്, ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 13/3 എന്ന് കിട്ടും. അടുത്തത്, 5√5 1 എന്ന ശ്രേണിയുടെ n-ാം പദം 625 ആണെങ്കിൽ n-ൻ്റെ വാല്യൂ 11 ആയിരിക്കും. അടുത്ത, രാജു കിഴക്കുവശത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒടുവിൽ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 35 കിലോമീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ ആരംഭ സ്ഥാനത്ത് നിന്നും അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ആൻസർ 25 കിലോമീറ്റർ. ഒരു ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്.
പിന്നിൽ നിന്നും 19 സ്ഥാനത്താണ് രമേശ്. സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കുകൾ, സുമേഷിനേക്കാൾ 3 റാങ്ക് മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്നും 39 സ്ഥാനത്താണ് ആര്യയെങ്കിൽ ക്യൂവിലെ ആകെ എത്ര പേരാണുള്ളത്? ആൻസർ 73. രാജു രാമിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ്. വിക്രം രാധയുടെ മകനാണ്. രാധ അരുണിൻ്റെ അമ്മയും രാമിൻ്റെ മുത്തശ്ശിയുമാണ്. കേശു പ്രിയയുടെ അച്ഛനാണ്. കേശു രാജുവിൻ്റെ മുത്തച്ഛനും കൂടിയാണ്. രാധ കേശുവിൻ്റെ ഭാര്യയാണ്. രാജു രാധയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ചെറുമകൻ. അടുത്തത് ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 70 കിലോഗ്രാം ഈസ് മോർ ദാൻ എനിവൺ ക്യാൻ ഈസിലി ലിഫ്റ്റ്. ഷീ ഈസ് എൽഡർ ടു ഹർ യങ് സിസ്റ്റർ ബൈ 4 years. I am good at grammar, aren't I? Change into indirect speech. Answer. He said, I will return this book tomorrow. He promised that he would return that book next day. Identify the correct spelling. Answer. 75ൻ്റെ ആൻസർ എ ആണ്. ഫിനിക്സ്. PHOENIX. If you had studied well, you dashed the examination. 76 D ആണ്. Would have passed. Kids are good. Kids are fond of games. The idiom a red letter day means a very important day. I came across a dash of girls in the park. Answer C ആണ്. bevy. The word scapegoat means a person blamed for someone else's wrongs. Opposite of extravagant ആണ് thrifty. Expression sine qua non means 82. Answer A ആണ്. an essential condition. Choose the correct sentence. ഇവിടെ കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഹീ ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours ആണ്. ഫൈൻഡ് ദ പാസീവ് വോയിസ് ഓഫ് വെൻ ഡിഡ് യു ബൈ ദ ബോട്ട്. ആൻസർ 84ൻ്റെ ആൻസർ ബി ആണ്. വെൻ വാസ് ദ ബോട്ട് ഗോട്ട്. ചൂസ് ദ സിംഗുലർ ഓഫ് ഡാറ്റ. ഡാറ്റം. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് മീൻസ് 86 ആണ്. ദർ ഈസ് നോ വാട്ടർ ഇൻ ദ ഗ്ലാസ്. ഫ്രൈസൽ വെർബ് പുട്ട് ഓഫ് മീൻസ് to postpone something. It may make time to dash new situation. Adapt. Kiran pen was dash than Arun. 89 ആൻസർ വരുന്നത് ബി ആണ്. വേഴ്സ്. The train dash when he reached the railway station. 90 സി ആണ്. ഹാർഡ് ലെഫ്റ്റ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. 91 ബി ആണ്. ശിപാർശ. ടു ലുക്ക് ബ്ലൂ എന്നതിൻ്റെ ഉചിതമായിട്ടുള്ള മലയാള പദമാണ് വിഷണ്ണനായിരിക്കുക. സർവം ആത്മാവായിട്ട് കരുതുന്നവനാണ് ആത്മയാജി. മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതമാണ് ഗൗണം. അടുത്തത് ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലാണ് സി. കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. തെറ്റായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. 96ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏകദേശം 300 പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക. വിലേശയം. അടുത്തത് വെണ്മ എന്ന പദം പിരിച്ചെഴുതി കഴിഞ്ഞാൽ വെൾ പ്ലസ് മ. അടുത്തത് വാരണ്യ വ്യാള ഭല്ലൂപ വ്യാധികൾ മനുഷ്യഭോജികളായ രാക്ഷസൻ എന്ന അടിവരയിട്ട പദം എന്താണ്? ആൻസർ കരടിയാണ്. ദിഗ്നാഗൻ എന്നീ പദങ്ങൾ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ദിഗ്നാഗൻ എന്നാണ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.